പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യനും ജീവജാലങ്ങൾക്കും ഈ ഭൂമിക്ക് തന്നെയും എപ്പോഴും വെല്ലുവിളിയാണ്. അതിൽ ഏറ്റവും മാരകമായ ഒന്നാണ് പ്രളയം. കുറച്ചധികം നാളുകളായി നമുക്ക് പരിചിതമായ ഒന്നാണ് മിന്നൽ പ്രളയം. അമേരിക്കയിലെ ടെക്സസിനെ ദുരിതക്കയത്തിലേക്ക് തള്ളിവിട്ട മിന്നൽ പ്രളയം ഇതുവരെ കവർന്നത് 100-ലേറെ ജീവനുകളാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യയിലും നമ്മുടെ കേരളത്തിൽ വരെയും മിന്നൽ പ്രളയങ്ങൾ നാശം വിതച്ചിട്ടുണ്ട്. എന്താണ് ഈ മിന്നൽ പ്രളയം? 6 അതിൽ കുറവോ മണിക്കൂറിനുള്ളിൽ കനത്ത മഴയോ മറ്റു വെള്ളവുമായി ബന്ധപ്പെട്ട കാരണങ്ങളാലോ ആരംഭിക്കുന്ന ഒന്നാണ് മിന്നൽ പ്രളയം. കനത്ത മഴ, മഴയുടെ ദൈർഘ്യം ഇവയാണ് മിന്നൽ പ്രളയത്തെ നിർണ്ണയിക്കുന്നത്. വളരെ വേഗത്തിൽ ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ ഫ്ലാഷ് ഫ്ലഡ് അല്ലെങ്കിൽ മിന്നൽ പ്രളയം എന്ന് പറയുന്നു. മറ്റ് വെള്ളപ്പൊക്കങ്ങളെ അപേക്ഷിച്ച് ഇത് കൂടുതൽ അപകടകാരിയാണ്. മറ്റു തരത്തിലുള്ള വെള്ളപ്പൊക്കം സാവധാനത്തിലാകും എത്തുക. ദിവസങ്ങളോ ആഴ്ചകളോ എടുത്തുണ്ടാവുന്നതുമാകാം. എന്നാൽ മിന്നൽ പ്രളയത്തിന് രൂപമെടുക്കാൻ മണിക്കൂറുകൾ മതി. മിന്നൽ പ്രളയത്തിൽ ജലത്തിന് വേഗത്തിൽ നീങ്ങാൻ കഴിയും. ആളുകൾക്കും സ്വത്തിനും വലിയ അപകടമുണ്ടാക്കുന്നത് ഈ വേഗത്തിൽ നീങ്ങുന്ന ജലപ്രവാഹങ്ങളാണ്. ചലിക്കുന്ന വെള്ളത്തിന് വളരെയധികം ശക്തിയുണ്ട്. മിന്നൽ പ്രളയത്തിൽ ജലത്തിന് സെക്കൻഡിൽ 9 അടി വേഗതയിൽ എളുപ്പത്തിൽ നീങ്ങാൻ കഴിയും. കൂടാതെ ആ ഒഴുക്ക് 100 പൗണ്ട് ഭാരമുള്ള ഒരു പാറയെ നീക്കാൻ വരെ പര്യാപ്തമാണ്. മരങ്ങൾ നിലത്തുനിന്ന് പിഴുതു നീക്കാനും കെട്ടിടങ്ങളും പാലങ്ങളും നശിപ്പിക്കാനും കടന്നു പോകുന്ന വഴിയിലുള്ള മിക്കതിനെയും തുടച്ചു നീക്കാനുമാകും. ഒരാളെ വീഴ്ത്താനോ സഞ്ചരിക്കുന്ന ഒരു കാർ നിർത്താനോ 6 ഇഞ്ച് വരുന്ന വെള്ളപ്പൊക്കം മാത്രമേ ആവശ്യമുള്ളൂ. 12 ഇഞ്ചിലുള്ള ഒഴുകുന്ന വെള്ളത്തിൽ ഒരു വാഹനം ഒഴുകി പോവുകയും ചെയ്യും. നദീതടങ്ങളിലൂടെയോ നഗര തെരുവുകളിലൂടെയോ മലയിടുക്കുകളിലൂടെയോ ഒഴുകി നീങ്ങുന്ന അവയുടെ പാതകളിലെ എല്ലാം തുടച്ചു നീക്കുന്ന ശക്തമായ പ്രവാഹങ്ങളാണ് ഇത്തരത്തിലുള്ള വെള്ളപ്പൊക്കത്തിന്റെ സവിശേഷത. 30 അടി ഉയരത്തിൽ വരെ എത്തുമെന്നതിനാൽ മിന്നൽ പ്രളയത്തിന്റെ തീവ്രത എടുത്തു പറയേണ്ടതില്ലല്ലോ. കനത്ത മഴ, അണക്കെട്ടുകൾ തകരുക, കരകവിഞ്ഞൊഴുകുന്ന നദികൾ, സുനാമി, സസ്യജാലങ്ങളുടെ അഭാവം, മഞ്ഞും ഐസും ഉരുകുക ഇവയൊക്കെ പ്രളയത്തിന് കാരണമാകും. പ്രത്യേകിച്ച് മുന്നറിയിപ്പുകൾ ലഭിക്കും മുൻപേ മിന്നൽ പ്രളയം എത്തിയേക്കാം. അതിനാൽ അടിയന്തര സാഹചര്യം നേരിടാൻ പ്രളയഭീതിയുള്ളവർ സദാ തയ്യാറായിരിക്കണം. വെള്ളപ്പൊക്കത്തിന്റെ ഏറ്റവും ഗുരുതരമായ ഫലം മരണം തന്നെയാണ്. വാസ്തവത്തിൽ വെള്ളപ്പൊക്കമാണ് ഏറ്റവും ഗുരുതരമായ കാലാവസ്ഥാ കൊലയാളികളിൽ 1-ാം സ്ഥാനത്തുള്ളത്.